ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പച്ച കപ്പ വെച്ചിട്ടാണ്. അപ്പോൾ കപ്പ കൊണ്ട് പല ഐറ്റം നമ്മൾ തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇതുപോലൊരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല വാഴയിലയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി വാഴയില കിട്ടാത്തവർക്കൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ഇടിയപ്പമൊക്കെ ചുടുന്ന ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതിലും വേണമെങ്കിൽ ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിലും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് കപ്പ തന്നെയാണ്. അപ്പോൾ ചെറിയൊരു കഷ്ണം കപ്പ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ കഷ്ണം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു കഷ്ണം മാത്രം എടുത്താൽ മതി. ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കാം. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിലത്തെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് കളയാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളയാം. അപ്പോൾ നമുക്ക് അതൊക്കെ നല്ലപോലെ അതിൻ്റെ ആ വെള്ളമൊക്കെ പോയിട്ട് കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ അതാ ഞാൻ എല്ലാം തന്നെ കൈവച്ച് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈവച്ചിട്ട് എല്ലാം സെപ്പറേറ്റ് ആക്കി എടുക്കുക കേട്ടോ. ഇതിൻ്റെ ആ ഒരു വെള്ളം നമ്മൾ പിഴിഞ്ഞ് കളയാതെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ സ്നാക്ക് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒട്ടലായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടലൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നല്ലപോലെ കട്ടകളൊക്കെ പോയിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഒരു മീഡിയം മധുരമേ ഉള്ളൂ കേട്ടോ ഇത്. ഇനി ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല. ശർക്കര ചേർത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ പഞ്ചസാര ചേർത്തതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആയിരിക്കും. ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്തിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ ഇത് കട്ട പിടിക്കും. അപ്പോൾ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കപ്പപ്പുഴുക്കൊക്കെ തയ്യാറാക്കിയാൽ പലരും കഴിക്കാറൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കപ്പ വെച്ചിട്ട് സ്നാക്ക് തയ്യാറാക്കിയാൽ കഴിക്കാത്തവർ പോലും കഴിക്കും. പിന്നെ ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ തേങ്ങയും കപ്പയും അതുപോലെ തന്നെ ശർക്കരയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് വാഴയിലയിലാണ്. അപ്പോൾ ഇത് ഇല്ലാത്തവർക്ക് നമുക്ക് പ്ലേറ്റിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ രണ്ട് രീതിയിലും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വാഴയില ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് മടക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ അത് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് വലുപ്പത്തിലൊന്നുമല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അതെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും വെച്ച് കൊടുക്കേണ്ട, കുറച്ച് മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും വേണമെങ്കിൽ നിങ്ങൾക്ക് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറുതാക്കിയിട്ട് തയ്യാറാക്കുന്നത്. ഒരുപാട് വലുപ്പത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ അടുത്ത വാഴയിലും വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കപ്പൻ്റെ ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ട് ആവി വരണം. അപ്പോഴാണ് നമുക്കിത് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ട് വേണ്ട വെച്ച് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ആയി കിട്ടും. ഇതുപോലെ ആവിയിൽ വേവിച്ചിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇത് ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ലപോലെ ആയി കിട്ടും. നമ്മൾ കപ്പയ്ക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇത് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ നേരത്തെ വാഴയിലയിൽ തയ്യാറാക്കിയല്ലോ, അപ്പോൾ വേണമെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നെയ്യ് നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് എടുത്തിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. കട്ടകളൊന്നുമില്ലാതെ ഒരേ ലെവലിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ചില ആളുകൾക്ക് വാഴയിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ തയ്യാറാക്കി കാണിക്കുന്നത്. നമ്മൾ വാഴയിലയിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇപ്പോൾ ദാ ഒന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്ലേറ്റിലാണ് കേട്ടോ ഇതുപോലെ തയ്യാറാക്കുന്നത്. അപ്പോൾ അടുത്ത പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിലും കുറച്ച് നെയ്യാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരേപോലെ കട്ടകളൊന്നുമില്ലാതെ ഒരേ ലെവലിലേക്ക് നമ്മളിത് പരത്തി കൊടുക്കാം. നല്ലപോലെ തേങ്ങയും അതുപോലെ തന്നെ നല്ലപോലെ ശർക്കരയൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് കപ്പയാണെന്ന് അറിയ പോലും ഇല്ല കേട്ടോ, അത്രക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം കേട്ടോ, നല്ല തണുത്തതിൻ്റെ ശേഷം നമുക്ക് എടുക്കാം. ഇനി നമ്മൾ പ്ലേറ്റിൽ തയ്യാറാക്കിയത് ഈ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വാഴയിലയിൽ വേവിച്ചിട്ടുള്ള ആ ഒരു സ്നാക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം നമുക്ക് വാഴയിലയിൽ ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു തട്ടിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം. ഇതും നല്ല തണുത്തതിൻ്റെ ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് മാറ്റുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അതും ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വാഴയിലയിൽ വേവിച്ച പലഹാരം അതുപോലെ തന്നെ പ്ലേറ്റിൽ വേവിച്ച പലഹാരം രണ്ടും തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പ വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പിയും. അപ്പോൾ കപ്പ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.